വാക്ക് പാലിക്കണം, ജെന്യൂൻ ആയിട്ടിരിക്കണം, എല്ലാ കാര്യത്തിനെയും വളരെ സിൻസിയറായിട്ട് അപ്രോച്ച് ചെയ്യണം. എൻ്റെ ഭയങ്കര ക്ലോസ് സർക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഞാനൊരു ചെറിയ ലോകത്ത് ജീവിക്കുന്നവരാണ്. റോൾ മോഡൽ ആൻഡ് മെന്റർ എൻ്റെ പാരൻസ് രണ്ടുപേരെയും പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് വേറൊരു വ്യക്തിയെ പറയാനില്ല. തെറ്റും ശരിയെന്നൊന്നും ഇല്ല, എല്ലാവരും പറയുന്ന പോലെ അത് ആപേക്ഷികമാണ്. ഞാൻ ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്നത് ഒരു തുടക്കക്കാരിയുടെ മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ്. ഈ കുട്ടിയെ റേപ്പ് ചെയ്യുന്ന സീനുണ്ട്, അന്ന് കുറച്ചുകൂടെ ഒരു ചെറിയ പ്രായമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെന്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടല്ലോ ആ കുട്ടി കടന്നു പോയിട്ടുള്ളത്, അതൊക്കെ ഭയങ്കരമായിരുന്നു. ഒരു പിക്കപ്പിൽ എടുത്തിങ്ങനെ ഇങ്ങനെ എറിഞ്ഞതിന് ശേഷം ഒരു കിണറ്റിൽ കൊണ്ടുവന്ന് തള്ളി അവിടേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങനെ ഓടുന്നുണ്ട്. അതൊക്കെ ഇന്നും എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു കീറൽ ഇവിടെ വരും. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള രക്ഷപ്പെടലാണ്. ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയല്ല. പലപ്പോഴും ചെയ്ത ഒരുപാട് നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്താതെ പോയിട്ടുണ്ട്. അതിന് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളിത് ആൾക്കാർ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് അറിയാണ്ട് പോയിട്ടുണ്ട്. ഇത് ഇത്ര വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് ഇവിടെ നിന്ന് തുടങ്ങണം. മണിച്ചിത്രത്താഴ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്രിയങ്ക നായരാണ്. വെൽക്കം. നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ കാണുന്ന നാൾ മുതൽ ഇങ്ങനെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾക്കൊന്നും പ്രായമാവൂലേ? അതെ, എന്താ അതിന്റെ സീക്രട്ട്? എന്താ? അങ്ങനെയൊന്നുമില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യണം. വർക്കൗട്ട് ഉണ്ട് നമ്മുടെ ഫുഡിലാണെങ്കിലും ഒക്കെ. എനിക്ക് ചേച്ചിന്റെ ഏറ്റവും ഫേവറേറ്റ് എത്ര മൂവീസ് വന്നാലും വിലാപങ്ങൾക്കപ്പുറമാണ് സാഹിറ. അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അതെങ്ങനെയായിരുന്നു? സെക്കൻഡ് മൂവി അല്ലേ ഇത്? സെക്കൻഡ് മൂവി, മലയാളത്തിലുള്ള സെക്കൻഡ് മൂവി ആയിരുന്നു. അപ്പോൾ അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ അത് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതെങ്ങനെയായിരുന്നു ആ ഒരു മൂവിയിലോട്ടുള്ളത്? അല്ല, അത് ചന്ദ്രൻ സാറിന്റെ പടം എന്നെ വിളിച്ചതാണ്. അത് വലിയ ഭാഗ്യമായിരുന്നു. തുടക്കക്കാരി എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ളൊരു സിനിമയിലേക്കൊരു ക്ഷണം വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ചന്ദ്രൻ സാറിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ ഒരു സീനൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ച അടുത്താണ് അദ്ദേഹത്തിനോട് 3 സിനിമ ചെയ്യാൻ പറ്റിയത്. വീണ്ടും അദ്ദേഹം വീണ്ടും ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? സാറ് പറഞ്ഞിട്ടുണ്ട് സാറിന് ഇഷ്ടമുള്ള, അതായത് കൂടെ അഭിനയിച്ചാൽ ഒരുപാട് ഇഷ്ടമുള്ള ആക്ട്രസിൽ ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ള ആക്ട്രസ് ഞാനാണ്. ആക്ട്രസിൽ ഞാൻ മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര ഒരു പ്രിവിലേജ് അല്ലേ? സാറ് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ള നടിയാണെന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. ഇനി സാറിന്റെ കൂടെ മൂവീസ് വരുന്നുണ്ടോ ഉടനെ എപ്പോഴെങ്കിലും? സാറ് വിളിക്കട്ടോ? അയ്യോ, സാറ് വിളിച്ചാൽ ഞാൻ മുമ്പ് ചെയ്യും. പിന്നെ അപ്പോൾ ഈ സാഹിറ പോലെയുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അതിലൊരു പോയിന്റ് പോലും നമ്മൾ അനുഭവിക്കാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ എങ്ങനെ അത്രയും ചെറിയ പ്രായത്തിൽ ആ ഡെപ്ത് എങ്ങനെയാണ് ചേച്ചി എടുത്തത്? അതിൻ്റെ സംവിധായകൻ ടി.വി. ചന്ദ്രൻ സാർ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് പറയുമ്പോഴത്തേക്കും ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ അത്രയും നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയാണ് ചെയ്തതെന്നൊന്നും അറിയില്ല. അതങ്ങനെ സംഭവിക്കുന്നതാണ്. അതൊരു പ്രോസസ്സാണ്. കാര്യം നമ്മൾ ആ കഥ കേൾക്കുമ്പോൾ മുതൽ കഥ കേൾക്കുമ്പോൾ അറിയാം ഇത് നമുക്ക് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉള്ളിലേക്ക് വരും അല്ലേ. അങ്ങനെ തോന്നുന്ന സിനിമകൾ മാത്രമാണ് ഞാൻ കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ഞാൻ 100% കൊടുക്കാൻ ഞാൻ എഫേർട്ടും എടുക്കാറുണ്ട്. അതങ്ങനെ സംഭവിക്കാറുമുണ്ട്. അന്ന് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു സീൻ ഏതാ? ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു സീൻ ഏതാന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ മെന്റലി ഒരുപാട് പ്രഷർ അനുഭവിച്ചൊരു സീൻ. അങ്ങനത്തെ ഒത്തിരി സീൻസ് ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ റേപ്പ് ചെയ്യുന്ന സീനുണ്ട്. അന്ന് കുറച്ചുകൂടെ ഒരു ചെറിയ പ്രായമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ നിന്ന് പോകാനായിട്ട് ഒരുപാട് നാളെടുത്തു. സാഹിറ ഉള്ളിൽ നിന്ന് പോകാൻ. അപ്പോൾ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടല്ലോ ആ കുട്ടി കടന്നു പോയിട്ടുള്ളത്, അതൊക്കെ ഭയങ്കരമായിരുന്നു. ഈ കുട്ടിയെ റേപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൃതപ്രായ ഒരവസ്ഥയിൽ അവിടെ ഇടും. പക്ഷെ മരിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇത് മരിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് ഈ ഡെഡ് ബോഡി എടുത്ത് ഒരു
ഒരു പിക്കപ്പിൽ എടുത്തിങ്ങനെ എറിയും. ഇങ്ങനെ എറിഞ്ഞതിന് ശേഷം ഒരു കിണറ്റിൽ കൊണ്ടുവന്ന് തള്ളി അവിടേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങനെ ഓടുന്നുണ്ട്. അതൊക്കെ ഇന്നും എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു കീറൽ ഇവിടെ വരും. കാര്യം ആ ഓടുന്ന ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള രക്ഷപ്പെടലാണ്. അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ലോറിയിലുള്ളൊരു ട്രാവലും ടു അഹമ്മദാബാദിൽ നിന്ന് ഇവിടേക്ക് വരുന്നത്. പിന്നെ അവരുടെ ഒരു ആ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അത് മൊത്തം ഒരു ട്രാവലാണ്. അവിടെ നിന്ന് നേരെ ഒരു ലോറിയിൽ കയറിയിട്ട് വാപ്പയുടെ സ്ഥലത്തേക്ക് ഇവിടെ എത്തുന്നതും അങ്ങനെ ഒരുപാട് സീനുണ്ട് കേട്ടോ. അത് നമ്മൾ ആ സീനിലൊക്കെ ഒരുപാട് അടുത്ത് ചെരുപ്പ് ഇട്ടിട്ടില്ല, മേക്കപ്പ് ഇല്ല. അപ്പോൾ ചെന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും, വയനാടൊക്കെയാണ് ഷൂട്ട്, ഏതെങ്കിലും ഒരു ആൽത്തറയുടെ സൈഡിലൊക്കെ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് നമ്മൾ ടയേർഡാവും. അത്രയൊക്കെ ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടി അത് ഭയങ്കര സുഖമാണ്. മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇപ്പോൾ ദേഹം മൊത്തം അഴുക്കായിട്ടൊക്കെ നമ്മൾ അഭിനയിക്കുന്നതാണ്. അപ്പൊ എവിടെങ്കിലുമൊക്കെ ചുരുണ്ടുകൂടി കിടക്കണുണ്ടാവും. അതെ അതെ അതെ. പിന്നീട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും മൂവിക്ക് വേണ്ടി ജലം അങ്ങനത്തെ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ വിക്കിപീഡിയ എടുത്ത് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും തിയേറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയിട്ട് യൂട്യൂബിൽ ഒരുപാട് വ്യൂസ് ഉള്ള ഒരുപാട് മൂവീസിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റിനേക്കാളും അപ്പുറം നല്ല കഥകളും കഥാപാത്രങ്ങളുമാണോ ചേച്ചി കൂടുതൽ ശ്രദ്ധിക്കുന്നത്? നല്ല കഥ വന്നു കഴിഞ്ഞാൽ ഞാൻ നോ പറയാറില്ല. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കഥകൾ, അങ്ങനത്തെ ടീം പെർഫോമൻസ് ഓറിയന്റഡ് റോൾസ് വന്നാൽ ഞാൻ ഒരിക്കലും നോ പറയാറില്ല. ഞാൻ എപ്പോഴും ഇന്നാണ്. എപ്പോഴെങ്കിലും ലൈഫിൽ തോന്നിയിട്ടുണ്ടോ, അതായത് കുറച്ചുകൂടെ സ്ത്രീ പ്രാധാന്യം കൂടുതലുള്ള, ഇപ്പം നമ്മളുടെ ഒരു ഹീറോയിൻ, ഇപ്പം മഞ്ജു ചേച്ചിയും പാർവതിയൊക്കെ ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഒരു സിനിമയിൽ അവരായിരിക്കും മെയിൻ. ഞാൻ എത്രയോ സിനിമകൾ അങ്ങനെ ചെയ്തേക്കണു. എൻ്റെ അതാ ഈ സാഹിറ, ലാഭങ്ങൾക്കപ്പുറമാണെങ്കിലും ജലമാണെങ്കിലും ഒത്തിരി സിനിമകൾ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്ന സിനിമകൾ മുഴുവൻ അത്തരത്തിലുള്ള ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് ഞാൻ ചെയ്തു വന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. അത് വേണ്ടത്ര ചില സിനിമ അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ അതിന്റെ നന്നായിട്ട് ചെയ്യുന്നു. അത് തിയേറ്ററിൽ ചില സിനിമകൾ ഹിറ്റ് ആവുന്നു, ചില സിനിമകൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും വിജയത്തിലേക്ക് വരുന്നില്ല. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത്രയും എന്താ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക്, എഫേർട്ട് എല്ലാ സിനിമയ്ക്കും ഒരുപോലെയാണ് എടുക്കുന്നത്. ഇത് തിയേറ്ററിൽ ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട്, ഇതിന് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്തേക്കാം, ഇത് നമുക്ക് കുറച്ച് അങ്ങനില്ല. നമ്മളുടെ എഫേർട്ട് എല്ലാം ഒരുപോലെയാണ്. അതിനുവേണ്ടി നമ്മളെ റെഡിയാക്കുന്നത് ഒരുപോലെ തന്നെയാണ്. അതിനുവേണ്ടി എടുക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെയിൻ ആണെങ്കിൽ ആ ഷൂട്ടിംഗ് ടൈമിൽ എടുക്കുന്ന ആ ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നതും എല്ലാം എഫേർട്ട് ഒന്നാണ്, ഒന്നും വ്യത്യാസമില്ല. ഒരു അമ്മയ്ക്ക് 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികൾ ഒരുപോലെയാണെന്ന് പറയണത് പോലെയാണ്. അത് ഞാനെന്നല്ല, എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒന്ന് തന്നെയാണ്. ഇപ്പൊ 2006 ഫസ്റ്റ് മൂവി ചെയ്തത്, 2024 18 വർഷങ്ങൾ. 2005 അഭിനയിച്ചു. അപ്പോൾ 19 വർഷം 20 വർഷം ആവാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണോ പെട്ടെന്ന് ഇങ്ങനെ റിയലൈസ് ചെയ്യുന്നത് 20 വർഷം ആയോ? അല്ല, ഞാൻ മിനി സ്ക്രീനിൽ വരുന്നത് 2001-ലാണ്. അവിടെ നിന്ന് സീരിയൽസ് ചെയ്തു. ഞാനിതുപോലെ ഒരുപാട് ചാനൽസിൽ വർക്ക് ചെയ്തു, ഒത്തിരി പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്തു, ഒരുപാട് പേരെ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം അതൊക്കെ കടന്നാണ് അടുത്തൊരു സ്റ്റേജിൽ ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങി. ഇല്ല, അതെപ്പോഴും ഇങ്ങനെ ഓർമ്മയുണ്ട്. അപ്പോൾ അതെപ്പോഴും തോന്നുന്നു ഇത്രയും വർഷം കഴിഞ്ഞല്ലോ എന്നല്ല, ഇത്രയും വർഷം അതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള, അതായത് സിനിമ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ സിനിമയുടെ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു എക്സ്പീരിയൻസ്. ഇത്രയും വർഷം നമുക്കത് ചെയ്യാൻ പറ്റും, ഇനിയും കൂടുതൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് ഇത്ര വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് ഇവിടെ നിന്ന് തുടങ്ങണം, അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. അപ്പോൾ ഈ 2001 സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു 23 ഇയേഴ്സ് ആ ഒരു അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഒരു തുടക്കക്കാരിയുടെ ഒരു മൈൻഡ് സെറ്റോടെയാണ് ഇപ്പോഴും ഞാൻ ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്നത്, ഒരു തുടക്കക്കാരിയുടെ മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ എങ്കിൽ പോലും ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് ലെസൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിലും കരിയറിലെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ലെസൺ എന്താണ്? നമ്മൾ എന്തൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് നിറഞ്ഞ മനസ്സോടെ, അതായത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്രം ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുക, ഡെഫിനറ്റ്ലി അതിനുള്ള റിസൾട്ട് ഉണ്ടാവും.
എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടനെ ആയിരിക്കില്ല അതിൻ്റെ റിസൾട്ട് വരുന്നത്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒരിക്കലും വെറുതെ പോവില്ല. അപ്പോൾ എന്തായാലും അത് എന്ത് കാര്യത്തിലായാലും അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കർണികയുടെ വിശേഷങ്ങളായിട്ടാണ്. ഒരു ഹൊറർ മൂവിയാണ് അല്ലേ? ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. കർണികയാണോ ഇരിക്കുന്നത്? അത് സിനിമ കാണാം. ഓക്കെ. അപ്പം ഇതിപ്പം എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഇത് പാലക്കാടായിരുന്നു. അപ്പോൾ ഒരു ഹൊറർ മൂവി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ആവാറുണ്ടോ? പേടിയുണ്ടോ? ശരിക്കും പ്രേതത്തിനെ പേടിയുള്ള ആളാണോ? ഒട്ടുമില്ല. വിശ്വാസമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ ഹൊറർ മൂവി ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയല്ല, ഒട്ടുമല്ല. എനിക്ക് ഇഷ്ടമാണ് ഹൊറർ മൂവീസ് കാണാൻ. ഹൊറർ മൂവീസ് എപ്പോഴും കാണുന്നത് ആ രാത്രി അങ്ങനെയുള്ളൊരു ആ രാത്രി ആ നിശബ്ദതയിലൊക്കെ കാണാനാണ് പേടിക്കാനല്ല, ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ ഹൊറർ മൂവി ഒരിക്കലും ഡേ ടൈമിൽ കാണുന്നതിനെക്കാട്ടിലും വീട്ടിലൊക്കെ ഇരുന്ന് കാണുകയാണെങ്കിൽ രാത്രി മാത്രം കാണുന്നതാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഹൊറർ മൂവി ഏതാ? എനിക്ക് ഈ അടുത്ത് കണ്ടിട്ട് ഞാൻ പേടിച്ചത് നണ്ണായിരുന്നു. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പേടിക്കാൻ മീൻസ് നമ്മള് ഇങ്ങനെ ജംസ്കെയർസ് ഒക്കെ ഒരുപാടുണ്ടാവും. നമ്മൾ ഈ മലയാളത്തിലാണെങ്കിലോ? മലയാളത്തിൽ ഇക്കാലോ ഈ പറഞ്ഞ പോലെ ഭാർഗവി നിലയം ഒക്കെ നമ്മൾ പറയും. എനിക്ക് അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്, പക്ഷെ മണിച്ചിത്രത്താഴ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, ക്ലോസ് ടു മൈ ഹാർട്ടാണ്. റീറിലീസിന് പോയിരുന്നോ? റീറിലീസ് ഉടനെ ഇപ്പൊ വരുമല്ലോ, 2-3 ദിവസം ഉറപ്പായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണ ഇരിക്കുകയാണ്. ഓക്കെ. അപ്പം എന്തായാലും നമ്മളിപ്പോൾ കർണികയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയത് എന്താ, അതിൽ ഈ ഒരു ലാഭം മുഴുവൻ വയനാട്ടിലേക്ക് ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അതപ്പോൾ നിങ്ങളുടെ ഒരു ഫുൾ ടീമിന്റെ തീരുമാനമായിരുന്നോ? അല്ല, അത് സോഹൻ സാർ പറയുമ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത്. അത് ജലവും അത് അവരുടെ തന്നെ പ്രൊഡക്ഷനിൽ ചെയ്തൊരു സിനിമയായിരുന്നു ജലം. അപ്പൊ ജലവും അങ്ങനെ തന്നെയായിരുന്നു. അതൊരു അതിന്റെ ലാഭവിഹിതം ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു CSR പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ പേരിലേക്ക് ഇതുപോലെ എത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുടെയും കൂടെ നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റുന്നു എന്ന് പറയുന്നത് നമുക്കൊരു സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈ വയനാട്ടിലെ ഇഷ്യൂ ഇപ്പോഴാണല്ലോ വന്നത്. അപ്പൊ അതിന് മുമ്പ് നിങ്ങളപ്പോൾ എന്ത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് തീരുമാനിച്ചത്? അല്ല, ഈ ഒരു പ്രോജക്റ്റ് അങ്ങനെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ, അതായത് സിനിമയിലേക്ക് വരുന്ന ഒരു കൂട്ടം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാന്ന് ആൾക്കാർ ഒരു നല്ല സബ്ജക്റ്റുമായിട്ട് വന്നു. സിനിമയുടെ പിന്നിൽ ഇത് പ്രവർത്തിക്കുന്നതിൽ കൂടുതലും പുതുമുഖമായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഉള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്ന് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് അങ്ങനെയും കൂടെ ആയിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു തീർച്ചയായിട്ടും. ഇതിപ്പോ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഞാനിവിടെ വരുമ്പോഴത്തേക്കാണ് സോഹൻ സാർ ഇങ്ങനെ പറയുന്നത്, ഓക്കെ ഇത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്, അത് കേൾക്കുന്നത് വളരെ തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ചെറിയ സെഗ്മെന്റിലോട്ട് പോയാലോ, ഒരു 5 ക്വസ്റ്റ്യൻ ഉള്ള. ചേച്ചി ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഈ റോള് ചെയ്തതായിരുന്നു, അത് ഏത് റോളാണ്? ലൈഫിലെടുത്ത ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് വെയിൽ ചെയ്യാമെന്നെടുത്ത തീരുമാനം. അവിടെ നിന്ന് തുടങ്ങിയതാണല്ലോ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് പറയേണ്ടത്. ഓക്കെ. അർഹിച്ച അംഗീകാരം കിട്ടാതെ പോയ സിനിമ, അതിന് കാരണം? അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതിൽ അത്തരത്തിലുള്ളൊരു സിനിമയാണ് ജലം. അത് പലപ്പോഴും ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അതിങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അത് പുരസ്കാരം എന്നുള്ള രീതിയിൽ കയ്യിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും ചെയ്ത ഒരുപാട് നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്താതെ പോയിട്ടുണ്ട്. അതിന് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളിത് ആൾക്കാർ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് അറിയാണ്ട് പോയിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റിവെച്ചു. അങ്ങനെയാണ് ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നു നമുക്ക് തോന്നുന്ന സിനിമകളിൽ ചെറുതോ വലുതോ എൻ്റെ കഥാപാത്രത്തിൻ്റെ സ്പേസ് ഒന്നും ഞാൻ നോക്കാതെ ഞാൻ ബാക്ക് ടു ബാക്ക് ഞാൻ സിനിമകൾ ചെയ്തിരുന്നു. അതായത് ഞാൻ ചെയ്യുന്ന കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണം എന്നുള്ള ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ബാക്ക് ടു ബാക്ക് കുറേ അത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള റോൾസ് ഉണ്ടത് കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ആൾക്കാർ കണ്ടിട്ട് അത് കണ്ടു കേട്ടോ, ആ സിനിമ കണ്ടു, ഈ സിനിമ കണ്ടു എന്ന് പറയണത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം. അടുത്തത്, ലൈഫിലെടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ. തെറ്റും ശരിയെന്നൊന്നും ഇല്ല. എല്ലാവരും പറയുന്ന പോലെ അത് ആപേക്ഷികമാണ്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സമയത്തുള്ളൊരു സർക്കംസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത് എല്ലാം നമുക്കപ്പോൾ റൈറ്റ് ആയിരിക്കും.
ഒരിക്കലും തെറ്റായ തീരുമാനം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കോ, അത് കരിയർ ആണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഇല്ല, ആ സമയത്ത് അത് ശരിയായ തീരുമാനമായിരുന്നു. പിന്നീട് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട്? പിന്നെ തെറ്റാണെന്ന് തോന്നിയാൽ നമ്മൾ ആ തെറ്റായ തീരുമാനം തിരുത്തണം. മനുഷ്യരല്ലേ, അതെ. അത് തീരുമാനം തിരുത്തണം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മുൻകൂട്ടി ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മളുടെ ചിന്തകളും നമ്മളുടെ അറിവും നമ്മളുടെ അനുഭവങ്ങളും എല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനം ശരിയാവാം, ആ തീരുമാനം തെറ്റാവാം. സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്? ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരാളുടെ പേര് പറയാന്ന് പറയണത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആണ്. സിനിമയിൽ അല്ലാതെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറഞ്ഞാലോ? അതും ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. എന്നാൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ആരൊക്കെ ആയിരിക്കും? ഒരു കൂട്ടം സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ സിനിമയിൽ ഓക്കെ കൂടെ ഞാൻ മഞ്ജരിയുടെ പേര് പറയാം. മഞ്ജരി ഞാനും എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോഴത്തേക്ക് മഞ്ജരിക്കും വിലാപങ്ങൾക്കപ്പുറത്തിൽ സ്റ്റേറ്റ് അവാർഡുണ്ട്. അപ്പോൾ ദിവസവും നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളൊന്നുമല്ല. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയൊരു ബന്ധമാണ് മഞ്ജരി ആയിട്ടുള്ളത്. കൂടെ അഭിനയിക്കുന്നവർ എല്ലാവരും സുഹൃത്തുക്കളാണ്. ഞാൻ അതുകൊണ്ടാണ് അഭിനേതാക്കളുടെ പേര് പറയാതെ ഞാൻ മഞ്ജരിയുടെ പേര് പറഞ്ഞത്. അതുകൊണ്ടാണ്. ഇപ്പോൾ അത് വിട്ടിട്ട് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച സൗഹൃദങ്ങളാണ് എൻ്റെ ഏറ്റവും നല്ല സൗഹൃദങ്ങളായിട്ട് നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ധനി ചേച്ചി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എനിക്കങ്ങനെ കുറച്ചുപേരുടെ പേര് പറയാൻ പറ്റില്ല, ഒത്തിരി പേരുണ്ട്. ഒരു വലിയ ഫ്രണ്ട്സ് ഗ്രൂപ്പുള്ള ഒരാളാണ്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 2-3 പേര്, അത്രേ ഉള്ളൂ. ഒരുപാട് ആളുകളായിട്ട് സൗഹൃദമുണ്ട്, എന്നാലും എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്. പെട്ടെന്ന് ഒരു വിഷമം വന്നാൽ വിളിക്കുന്നത് ചിലപ്പോൾ ഈ 2-3 ആളായിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ. അത്രയായിരിക്കും. എൻ്റെ സർക്കിൾ വളരെ വിശാലമാണെന്ന് തോന്നും, പക്ഷെ എൻ്റെ സർക്കിൾ വളരെ ചെറുതാണ്. എല്ലാവരോടും എന്നാൽ നല്ല ഫ്രണ്ട്ലി, എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷെ എൻ്റെ ഭയങ്കര ക്ലോസ് സർക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഞാനൊരു ചെറിയ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. ലൈഫിലെ റോൾ മോഡൽ ആൻഡ് മെന്റർ? എൻ്റെ പാരൻസ്, രണ്ടുപേരും പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് വേറൊരു വ്യക്തിയെ പറയാനില്ല. ഇല്ല. എന്താണ് പേരൻസ് ലൈഫിൽ തന്നിട്ടുള്ള ഏറ്റവും ലൈക്ക് പ്രിയങ്ക ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ലെസൺ എന്താ? ദിവസം അത് നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ലെസൺ എന്താ? വാക്ക് പാലിക്കണം, ജെന്യൂൻ ആയിട്ടിരിക്കണം, എല്ലാ കാര്യത്തിനെയും വളരെ സിൻസിയറായിട്ട് അപ്രോച്ച് ചെയ്യണം. അത് മാത്രം, അത് മതിയല്ലോ. അപ്പോൾ എല്ലാവരോടും വാക്ക് പാലിക്കുന്ന ഒരാളാണ്. കഴിവതും വാക്ക് കൊടുത്താൽ ഞാൻ പാലിക്കാറുണ്ട്. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ കർണിക എപ്പോഴായിരിക്കും റിലീസ് ആവുന്നത്? ഈ മാസം 23-ാം തീയതി റിലീസാണ്. ഓഗസ്റ്റ് 23rd റിലീസാണ്. അപ്പോൾ എന്തായാലും സിനിമ വലിയൊരു സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.